ഇപ്പൊ ആ കൺസെപ്റ്റേ മാറി ഇപ്പൊ അതിങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് ലെവറൊന്നും തിയറൊന്നും ഒന്നും കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിന്റെ ശരീരത്തിലുള്ള ആ അമ്നിയോട്ടിക് ദ്രവം അത് കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കും. പിന്നെയുള്ള ഒരു വെള്ള പേസ്റ്റ് പോലെയുള്ള സാധനം അത് കുഞ്ഞിനെ വളരെയധികം അണുബാധകളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അത് കളയരുത്. വെർമീസ് എന്നുള്ള സാധനം ആ വൈറ്റ് പാട് നമ്മൾ കളയാൻ പാടില്ല. കുഞ്ഞിനെ തണുപ്പിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന സാധനമാണ്. അപ്പൊ അത് നമ്മൾ കളയാതിരിക്കാൻ വേണ്ടി എടുത്ത ശേഷം കുഞ്ഞിനെ നന്നായിട്ട് പൊതിഞ്ഞിട്ടാണ് അമ്മയുടെ അടുത്ത് കൊടുക്കുന്നത്. പിന്നെ ആദ്യത്തെ 2-3 ദിവസമൊന്നും കുഞ്ഞിന്റെ ശരീരത്തിലൊന്നും വേർപ്പോ ചളിയോ ഒന്നും ഉണ്ടാവുന്നില്ല അല്ലെ. പിന്നെ നമ്മൾ പോയിട്ട് എടുത്തിട്ട് നമ്മുടെ കുഞ്ഞിൽ ചളി ആയാലായി. അതുകൊണ്ട് നമ്മുടെ കയ്യിന്റെ ശുചിത്വം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ കുഞ്ഞിന്റെ ശരീരത്തിൽ ജനറലി ചളിയൊന്നുമില്ല. പിന്നെ ഏകദേശം കുഞ്ഞിന്റെ സ്കിന്ന് മെച്ചുവർ ആവാൻ ഒരാഴ്ച എടുക്കും. അപ്പൊ നമ്മൾ അതിന് മുന്നേ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിന് തണുപ്പ് പെട്ടെന്ന് തട്ടിന്ന് വരാം. തണുപ്പ് തട്ടുമ്പോൾ കുഞ്ഞിങ്ങനെ നീല കളറൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഉള്ളിലെ പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശദമായ കുളി ആദ്യത്തെ 1 വീക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം 24 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിപ്പിക്കാം. പക്ഷെ ബെറ്റർ എന്ത് പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഒരാഴ്ച കുളിച്ച് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ചിലർക്ക് ഇഷ്ടമായ കുളിയിൽ എണ്ണയും മഞ്ഞളും കുറെ സാധനങ്ങളൊക്കെ തേക്കുമ്പോൾ പൊക്കിളിലൊക്കെ അത് പോകും. പൊക്കിളിൽ ഇൻഫെക്ഷനൊക്കെ നമ്മൾ വരാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് പൊക്കിൾ കുളി കഴിഞ്ഞിട്ട് കുളിപ്പിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലതായിട്ട് പറയാൻ പറ്റുക. അപ്പൊ നമുക്ക് നനച്ച് തുടയ്ക്കലൊക്കെ വേണ്ടി ഇളം ചൂടുവെള്ളത്തിൽ സോപ്പ് മുക്കിയിട്ട് അത് സോഫ്റ്റ് കോട്ടൺ തുണി മുക്കിയിട്ട് നനച്ച് തുടച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തേച്ചൊക്കെ കൊടുത്ത് നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുളിപ്പിച്ച് നമ്മുടെ കൂടെ കിടത്താം. അല്ലാതെ കുളിപ്പിക്കണം എന്നുള്ളത് വളരെ ധൃതി പിടിച്ച് നിങ്ങൾ എടുക്കണ്ട. അറ്റ്ലീസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ പൊക്കിൾ പൊടി വീണിട്ട്. അപ്പൊ ഈ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കും. ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കുഞ്ഞു വാവകളെ എങ്ങനെയാണ് ഇന്ന് ജനിച്ച് കുളിപ്പിക്കുന്നതെന്ന് നോക്കാം. എൻ്റെ മോനിപ്പോൾ 2.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ കുഞ്ഞിനെ കൈ ഇങ്ങനെ ഇട്ടാല് ഒരു ചൂട് തോന്നണം. അത്രയും ചൂടുവെള്ള ആകാവുണ്ട്. കുഞ്ഞിനെ വാങ്ങിക്കാനും കിട്ടും. എന്നാലും വളരെ മയത്തിൽ തന്നെ തിരുമ്പി എടുക്കണം ഇതുപോലെ. എന്നിട്ട് വീണ്ടും കുഞ്ഞിനെ ഇതുപോലെ മറത്തി കിടക്കണം. വീണ്ടും എണ്ണ എടുത്ത് ഇതുപോലെ 2 കൈയിലേക്കും തേച്ചിട്ട് മുഖത്തും നെറ്റിയിലും ഇങ്ങനെ ഈ ചൂണ്ട ഭാഗം അവിടെ ഇങ്ങനെ തന്നെയാണ് തിരുമ്മി അടിച്ചുണ്ടും ഇങ്ങനെയാക്കണം. ഈ താടിയും അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും തിരുമണം. ഇപ്പൊ ഇത് ഡമ്മി ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒത്തിരി കിട്ടുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെ ശരിക്കും എടുക്കാൻ പറ്റും ഈ വിരലുകൊണ്ട് തന്നെ. പിന്നെ കവിള് ഇങ്ങനെ ഇപ്പത്തിലെ അകവശം വെച്ച് തന്നെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഈ നമസ്കാരം, ഞാൻ ഡോക്ടർ മൃണാൾ, പട്ടം എസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റാണ്. ഈ സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയറിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങളുടെ തൊലിയെ നമുക്ക് എങ്ങനെയാണ് കെയർ എടുക്കാമെന്നെ കുറിച്ചാണ്. നവജാത ശിശുക്കളിൽ പറയാം, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക, തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാതിരിക്കുക. കുളിയുടെ നേരം ഏകദേശം ഒരു 5 മിനിറ്റ് തന്നെ കുളിക്കാൻ നോക്കുക. കൂടുതൽ നേരം സമയമെടുത്ത് കുളിപ്പിച്ചാൽ കുഞ്ഞിന് തണുക്കാനുള്ള സാധ്യതയുണ്ട്. തണുത്താൽ കുഞ്ഞിന് കൂടുതൽ ചുമയും ജലദോഷവും ശ്വാസം മുട്ട് അങ്ങനത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചൂടുവെള്ളം 5 മിനിറ്റിൽ തന്നെ
കുളി തീർക്കാൻ നോക്കുക. രണ്ടാമതായി കുളിപ്പിക്കുന്ന സമയം കൂടുതൽ തണുപ്പുള്ള സമയത്ത് കുളിപ്പിക്കാതിരിക്കുക. അതിരാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ കുളിപ്പിക്കാതെ കുറച്ചും കൂടെ ചൂടും തണുപ്പും അധികം ഇല്ലാത്ത സമയം എടുക്കുക. 11 മണി അല്ലെങ്കിൽ 3 മണി സമയത്ത് കുളിപ്പിക്കാം. ഇത് കൂടാതെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കാം. സോപ്പിൽ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള സോപ്പ്, ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ബേബി സോപ്പ്, ഡാൻഡി എന്ന സോപ്പ് ഉണ്ട്. അങ്ങനത്തെ സോപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഫ്രാഗ്രൻസ്, മണം ഉണ്ടാവില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള സോപ്പാണ്, സിമ്പിൾ ആയിട്ടുള്ള സോപ്പാണ്. അതുകൊണ്ട് തൊലിക്ക് ബുദ്ധിമുട്ട് വരില്ല. സോപ്പ് വെച്ച് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ മോഷൻ പോകുന്ന സ്ഥലത്ത്, യൂറിൻ പോകുന്ന സ്ഥലത്ത് ആണ് കൂടുതൽ അഴുക്ക് വരാൻ സാധ്യത. അപ്പോൾ അവിടെ നല്ലോണം വൃത്തിയാക്കുക. അതുകൂടാതെ ബാക്കിയുള്ള സ്ഥലത്ത് കുറച്ച് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കാം. അപ്പം ഏകദേശം ഒരു 5 മിനിറ്റിൽ കുളി തീർക്കാൻ നോക്കുക. വേറെ ഉപകരണങ്ങൾ, ലോഷൻ, ക്രീം, വൈപ്സ്, പൗഡർ, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. സോപ്പ് മാത്രം കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുക. ഇനി വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ കൂടുതൽ എണ്ണയിട്ടും മഞ്ഞളിട്ടും കുളിപ്പിക്കാനുള്ള സമയമായിട്ടില്ല. അത് കുറെ കൂടെ വലിയ കുട്ടികളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് തന്നെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സമയം എടുക്കാം, കുഞ്ഞ് തണുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തണുപ്പുള്ള സമയങ്ങളിൽ, വിന്റർ സീസൺ, ഡിസംബർ, ഫെബ്രുവരി വരെയൊക്കെ Unlike an ordinary brush, all of the electric removes up to 100% of the Say goodbye to cavities. അല്ലാതെ കുറച്ച് സമയം കൊണ്ട് കുളിപ്പിക്കേണ്ടതാണ്. Hi friends, welcome back to my YouTube channel. இந்த வீடியோல பேபியை எப்படி ட்ரெடிஷ்னல் மெத்தட்ல குளிக்க வைக்கிறதுன்னு தான் பார்க்க போறோம். என்னதான் மாடர்ன் வேர்ல்ட்ல கிளாஸ் கட் மாதிரி இருந்தாலும் நம்ம பேபியை ட்ரெடிஷ்னல் மெத்தட்ல குளிக்க வைக்கிறது தான் பேபிக்கு ஹெல்தியரா இருக்கும். அண்ட் நாங்கள் என்னென்ன யூஸ் பண்ணியிருக்கோம்னு சொல்லிட்டு நாங்கள் மென்ஷன் பண்ணியிருக்கோம். நீங்கள் உங்கள் பேபியை குளிக்க வைக்கும்போது ஒரு ஓப்பன் என்விரான்மெண்ட்ல குளிக்க வைக்கணும். பாத்ரூம் மாதிரி க்ளோஸ் என்விரான்மெண்ட் வேண்டாம். ஏன்னா அவங்களுக்கு அது ரொம்ப கன்ஜஸ்டடாக இருக்கும், ரொம்ப அழுதுட்டு இருப்பாங்க. இதே ஓப்பன் என்விரான்மெண்ட்ல குளிக்க வச்சுன்னா அவங்களுக்கு ரிலாக்ஸாகவும் இருக்கும், கொஞ்சம் அழுகிறது கம்மியாக இருக்கும். ஸோ இந்த வீடியோ கடைசி வரைக்கும் பாருங்கள், உங்களுக்கு ஒரு ஐடியா கிடைக்கும்.
തന്നെ കാര്യങ്ങൾ അടിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. കുഞ്ഞിനെ കുളിപ്പിക്കാൻ നോക്കാം. ചൂട് വെള്ളം, പാകത്തിന് ചൂടുള്ള വെള്ളം, അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളെല്ലാം. ബോഡി ലോഷനാണെങ്കിൽ ബോഡി വാഷാണെങ്കിൽ ബോഡി വാഷ്, അല്ലെങ്കിൽ സോപ്പാണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താണ് കൂടെ തേക്കാനായിട്ട് തേക്കാനായിട്ട് എന്തെങ്കിലും ഒരു കയ്യിൽ പിടിക്കാനായിട്ട് കുഞ്ഞൊരു ടവൽ എടുത്താൽ നല്ലതായിരിക്കും. പിന്നീട് ആദ്യം എണ്ണ തേക്കുന്നില്ല, കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് എണ്ണ തേക്കുന്നുള്ളൂ. അവിടെ വീട്ടിലായതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ടാണ് നേരത്തെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് പാകത്തിന് ചൂടുകളാണ് അവരെടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ടെസ്റ്റ് എനിക്ക് നോക്കാതെ തന്നെ നേരത്തേക്ക് ഒഴിക്കുന്നത് കുഞ്ഞിനെ. അപ്പം നമ്മൾ ഇതിൽ പഠിച്ചിട്ട് നമ്മൾ സൗകര്യത്തിന് കുഞ്ഞ് സ്റ്റൂൾ എന്തെങ്കിലും